വെൽക്കം ടു ലെക്സ് ലെക്ചേഴ്സ്. നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്നത് സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ്. വളരെ സിമ്പിളി ആണ് ഞാൻ ഇവിടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആർട്ടിക്കിൾ 5 to 11 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ സിറ്റിസൺഷിപ്പിനെ ഡീൽ ചെയ്യുന്നത്. നമ്മുടെ പീപ്പിൾസിനെ രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒന്ന് സിറ്റിസൺ അല്ലെങ്കിൽ ഏലിയൻസ് ആണ്. സിറ്റിസൺ ആണ് ഫുള്ള് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ഉള്ളത്. ഏലിയൻസിന് വളരെ ലിമിറ്റഡ് റൈറ്റ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലിയൻസിന്റെ റൈറ്റ് ടു വോട്ട് ഇല്ല. അതുപോലെ തന്നെ അവർക്ക് പബ്ലിക് ഓഫീസേഴ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അവർക്ക് പബ്ലിക് എംപ്ലോയ്മെന്റിൽ സിറ്റിസണെ പോലെ ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റിയും കിട്ടത്തില്ല. ഓക്കെ, അപ്പം നമ്മുടെ എന്തുകൊണ്ടാണ് സിറ്റിസൺഷിപ്പ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സിറ്റിസൺ ഒരു കൺട്രിയിലെ സിറ്റിസണിന് മാത്രമേ ആ കൺട്രിയിൽ എലക്ഷനിൽ കോൺടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ റൈറ്റ് ടു വോട്ടും ഉള്ളൂ. അതുപോലെ തന്നെ എന്താണ്, ഒരു ഗവൺമെന്റ് ജോബിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിലും സിറ്റിസൺഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് ജഡ്ജ്, അറ്റോർണി ജനറൽ, എലക്ഷൻ കമ്മീഷണർ, ഇങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ഹോൾഡ് ചെയ്യണമെങ്കിലും സിറ്റിസൺഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് നോക്കാം, നമ്മുടെ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ പാർട്ട് 2 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 5 to 11 ആണെങ്കിൽ പറയുന്നുണ്ട്, 26 ജനുവരി 1950 കോൺസ്റ്റിറ്റ്യൂഷൻ ഫോഴ്സിൽ വന്ന ആ ഡേയിൽ ആരൊക്കെയാണ് സിറ്റിസൺ എന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പക്ഷെ സിറ്റിസൺഷിപ്പിനെ ഡിഫൈൻ ചെയ്യുന്നില്ല. നമ്മുടെ സിറ്റിസൺഷിപ്പിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള പവർ പിന്നെ ലഭിച്ചത് നമ്മുടെ പാർലമെന്റിനാണ്. ആ പവർ ഉപയോഗിച്ച് പാർലമെന്റ് സിറ്റിസൺഷിപ്പ് ആക്ട് 1955 പാസ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ സിറ്റിസൺഷിപ്പിനെ പ്രോപ്പർലി മനസ്സിലാക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം: പാർട്ട് 2 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിറ്റിസൺഷിപ്പ് ആക്ട് 1955. ഇനി നമുക്ക് നോക്കാം, 26 ജനുവരി 1950 ആരൊക്കെ ആയിരുന്നു സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന്. പേഴ്സൺ ഡൊമൈസൈൽഡ് ഇൻ ഇന്ത്യ ആർട്ടിക്കിൾ 5 ആണ്. പേഴ്സൺ ഡൊമൈസൈൽഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇന്ത്യയിൽ ജനിച്ചു, അല്ലെങ്കിൽ എന്താണ്, ആ വ്യക്തിയുടെ അച്ഛനോ അമ്മയോ ഇന്ത്യയിൽ ജനിച്ചു, അല്ലെങ്കിൽ എന്താണ്, 26 ജനുവരി 1950 മുൻപാകെ 5 വർഷം ഈ വ്യക്തി ഇന്ത്യയിൽ താമസിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ് നമ്മൾ ഡൊമൈസൈൽഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, 26 ജനുവരി 1950 ആരൊക്കെ ആയിരുന്നു ഇന്ത്യൻ സിറ്റിസൺ എന്ന്. ആരൊക്കെയാണ് നമ്മുടെ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയത്? പേഴ്സൺ ഡൊമൈസൈൽഡ് ഇൻ ഇന്ത്യ ആർട്ടിക്കിൾ 5 ആണ് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഇന്ത്യൻ സിറ്റിസൺ ആവും എപ്പോഴാന്ന് വെച്ചാൽ ആ വ്യക്തി ഇന്ത്യയിൽ ജനിച്ചു, അതുപോലെ തന്നെ ഇന്ത്യയിൽ പെർമനന്റ്ലി റിസൈഡ് ചെയ്യുന്ന ഒരു വ്യക്തി. ആ വ്യക്തിനെയാണ് നമ്മൾ ഡൊമൈസൈൽഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ത്യയിൽ ഡൊമൈസൈൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. 3 കണ്ടീഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ ആ വ്യക്തി ഇന്ത്യയിൽ ജനിച്ചതായിരിക്കണം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യയിൽ ജനിച്ചതായിരിക്കണം, അല്ലെങ്കിൽ ആ വ്യക്തി 26 ജനുവരി 1950 തൊട്ട് മുന്നാക്കി 5 വർഷം ഇന്ത്യയിൽ താമസിച്ചായിരിക്കണം. മെയിൻ കണ്ടീഷൻ എന്താണ്? ഡൊമൈസൈൽഡ് ഇൻ ഇന്ത്യ ആയിരിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കണ്ടീഷൻ കൂടെ ഫുൾഫിൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി എന്താണ്, ഇന്ത്യൻ ഡൊമൈസൈൽഡ് ആവും. ദാറ്റ് മീൻസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആവും 26 ജനുവരി 1950. ഇപ്പം നമുക്ക് കുറച്ച് കേസ് ലോസ് നോക്കാം. മുഹമ്മദ് റാസ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബോംബെ. ഈ കേസിൻ്റെ അകത്ത് പറയുന്നത് 1938 ഇന്ത്യയിലേക്ക് വന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് പക്ഷെ എന്താണ്, ഇന്ത്യയിൽ പെർമനന്റ് ആയിട്ട് താമസിക്കാൻ ഒരു ലക്ഷ്യമില്ലായിരുന്നു, ഒരു ഇന്റൻഷൻ ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിനെ എന്താണ്, ഡൊമൈസൈൽഡ് ഇൻ ഇന്ത്യ ആയിട്ട് കണക്കാക്കത്തില്ല. അവിടെ ഒരു ഡൊമൈസൈൽ ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ആ വ്യക്തി സിറ്റിസൺ ഓഫ് ഇന്ത്യ അല്ല. ഇവിടെ എന്താണ്, ഇന്ത്യയിലേക്ക് വന്നു, പക്ഷെ ഇന്ത്യയിൽ താമസിക്കണം എന്നൊരു ഇന്റൻഷൻ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. പെർമനന്റ്ലി താമസിക്കണം എന്ന് പറഞ്ഞ ഒരു ഇന്റൻഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വ്യക്തിനെ ഡൊമൈസൈൽ ആയിട്ട് കണക്കാക്കത്തില്ല.
ലൂയിസ് ദി റെഡ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ കേസിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോർട്ട് ഹെൽഡ് ചെയ്യുവാണ്. ദാറ്റ് മീൻസ് കുറച്ച് ക്രിസ്ത്യൻ മിഷണറീസ് ആണെങ്കിൽ ഫോറിൻ പാസ്പോർട്ട് വെച്ചിട്ട് ഇന്ത്യയിലേക്ക് വന്നു. അവർക്കും എന്താണ് ഇന്ത്യയിൽ പെർമനൻ്റ്ലി താമസിക്കാൻ ഒരു ഇൻറ്റൻഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് കണക്കാക്കത്തില്ല. ഇനി സെക്കൻഡ് പോയിന്റ് ആണ് മൈഗ്രേറ്റ്സ് ഫ്രം പാകിസ്ഥാൻ. ആർട്ടിക്കിൾ 6 ആണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്ന വ്യക്തികൾ. അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ഇന്ത്യൻ സിറ്റിസൺ ആകണമെങ്കിൽ അവരോ അല്ലെങ്കിൽ അവരുടെ പേരൻസോ ഗ്രാൻഡ് പേരൻസോ ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ എന്താണ് ഈ താഴെ പറഞ്ഞ കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് ഫുൾഫില്ല് ചെയ്തിരിക്കണം. ദാറ്റ് മീൻസ് 2 കണ്ടീഷൻസ് ആണുള്ളത്. 19 ജൂലൈ 1948 മുൻപാകെ എന്താണ് മൈഗ്രേറ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ എന്താണ് അപ്പം തൊട്ട് ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വ്യക്തി. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19 ജൂലൈ 1948 ശേഷം ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ഒരു വ്യക്തി. ആ വ്യക്തി 6 മാസം ഇന്ത്യയിൽ താമസിച്ചിട്ടും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യൻ അതോറിറ്റീസ് വഴി ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടും ഉണ്ടായിരിക്കണം. അപ്പൊ മേളിൽ പറഞ്ഞിരിക്കുന്ന ഒരു മെയിൻ കണ്ടീഷൻ അതിന്റെ കൂടെ ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കണ്ടീഷനും കൂടെ ഫുൾഫിൽ ചെയ്യുന്ന ഒരു വ്യക്തി എന്താണ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആവും. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേണീസ് ഫ്രം പാകിസ്ഥാൻ. ദാറ്റ് മീൻസ് 1 മാർച്ച് 1947 ശേഷം ഒരു വ്യക്തി പാകിസ്ഥാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. എന്നിട്ട് വീണ്ടും പാകിസ്ഥാനിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു. ഒരു ലീഗൽ പെർമിറ്റോട് കൂടി തന്നെ വന്നു. അവരുടെ ഇന്റൻഷൻ എന്തുവാന്ന് വെച്ചാൽ വീണ്ടും ഇന്ത്യയിൽ തന്നെ റീസെറ്റിൽ ചെയ്യാനാണ്. അവരെ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് കണക്കാക്കും. ഇനി അടുത്തത് ഇന്ത്യൻസ് ലീവിങ് എബ്രോഡ്. ആർട്ടിക്കിൾ 8 ആണ്. നമ്മുടെ ഇപ്പൊ വീട്ടിൽ ആരെങ്കിലും പുറത്ത് ജോലിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേരന്റ് ഗ്രാൻഡ് പേരന്റ് ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ടായിരിക്കണം. അതിന്റെ കൂട്ടത്തിൽ ഈ താഴെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയാണെങ്കിൽ ഒരു ഫോറിൻ കൺട്രിയിലാണ് താമസിക്കുന്നത്, ഓർഡിനറി റിസൈഡ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹമാണെങ്കിൽ ഇന്ത്യയിൽ ഒരു സിറ്റിസൺഷിപ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഡിപ്ലോമാറ്റിക് അല്ലെങ്കിൽ കൺസൂലർ ഓഫീസർ വഴി. ദാറ്റ് മീൻസ് നമ്മുടെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഇല്ല, അപ്പൊ അവരെന്താണ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണ്. എപ്പോഴാണ് സിറ്റിസൺഷിപ്പ് ഡിനേ ചെയ്യുന്നത് എന്നാണ് ആർട്ടിക്കിൾ 99 അകത്ത് പറയുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി ആർട്ടിക്കിൾ 5, 6, 8 പ്രകാരം എലിജിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തിക്ക് ഒരു സിറ്റിസൺ ഓഫ് ഇന്ത്യ ആവാൻ പറ്റാത്ത ഒരു സാഹചര്യം എപ്പോഴാന്ന് വെച്ചാൽ ആ വ്യക്തി സ്വയമേ വോളണ്ടറിലി മറ്റൊരു കൺട്രിയുടെ സിറ്റിസൺഷിപ്പ് സ്വീകരിച്ച ആ വ്യക്തിക്കാണെങ്കിൽ സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ ഡിനേ ആവും. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. പുതിയ പുതിയ ലീഗൽ അപ്ഡേറ്റ്സിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക.